പറയുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകമാണ് ആദ്യം വന്നിരിക്കുന്നത് പോലും എഴുതപ്പെട്ട പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകമാണ്. അതിൻ്റെ കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു പുറപ്പാട് സംഭവം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത രൂപപ്പെട്ട് വന്നത് തന്നെ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ട സംഭവമാണ് പുറപ്പാട് സംഭവം. ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 27ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങളാണ് ആദ്യ വായനാ ഭാഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബൈബിളിൽ പൊതുവെ കണക്കാക്കപ്പെടുന്നത് പുറപ്പാടിൻ്റെ പുസ്തകമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം. പറയുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകമാണ് ആദ്യം വന്നിരിക്കുന്നത് പോലും എഴുതപ്പെട്ട പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകമാണ്. അതിൻ്റെ കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു പുറപ്പാട് സംഭവം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത രൂപപ്പെട്ട് വന്നത് തന്നെ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ട സംഭവമാണ് പുറപ്പാട് സംഭവം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. തുടർന്ന് വരുന്ന സീനായ് ഉടമ്പടിയും ഒപ്പം ഇസ്രായേൽ ജനം ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ജനമായിട്ട് മാറുന്നതും തുടർന്ന് വരുന്ന മരുഭൂമിയുടെ അലച്ചിലും കൂടാരത്തിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വാസവുമൊക്കെയാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിവാദ വിഷയം. 1-2 അധ്യായത്തിൽ കാണുന്നത്, 1-ാം അധ്യായത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനം വായിച്ച പ്രകാരമാണ് യാക്കോബിൻ്റെ സന്തതികൾ, പ്രത്യേകിച്ച് ജോസഫ്, അവരെല്ലാവരും കൂടി ഈജിപ്തിലെത്തുന്നു. അവിടെ വെച്ച് യാക്കോബ് മരിക്കുന്നു, ജോസഫ് മരിക്കുന്നു. പിന്നീട് യാക്കോബിൻ്റെ സന്തതികൾ ഈജിപ്തിൽ പെരുകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. അതോടുകൂടി ഈ ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണസംഖ്യ ഈജിപ്തിൽ കൂടുകയും ഈജിപ്തിലെ ഭരണാധികാരി, പൊതുവായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഫറവോ ആണ്, നമുക്കറിയാം. ഫറവോയ്ക്ക് ഈ ഈജിപ്തുകാരുടെ ഈ ഇസ്രായേൽക്കാരുടെ ഈ വളർച്ച ഭയചകിതമാക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഇസ്രായേൽക്കാരെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കണമെന്ന ചിന്ത വരുന്നു. കഠിനമേറിയ ജോലികൾ ഇസ്രായേൽക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പറയുന്നത് പ്രകാരമാണ് വലിയ സംഭരണ പട്ടണങ്ങൾ അവരെ കൊണ്ട് നിർമ്മിക്കാനായിട്ട് ഫറവോ നിർബന്ധിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. റംസേസ് എന്നും പിത്തോം എന്നൊക്കെ പറയുന്ന വലിയ നഗരങ്ങളൊക്കെയാണ് ഇസ്രായേൽക്കാരെ കൊണ്ട് പണിയിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഇടയിൽ അതുകൊണ്ടൊന്നും ഇസ്രായേൽക്കാരുടെ എണ്ണസംഖ്യ കുറയുന്നില്ല എന്നൊന്നും അവർ ക്ഷീണിതരാകുന്നില്ല എന്നും കണ്ട ഫറവോ ഹെബ്രായ സൂതകർമ്മിണികളെ, അതായത് യഹൂദരായിട്ടുള്ള ചില സ്ത്രീകളെ തന്നെ വിളിച്ചുകൊണ്ട്, അതിൽ പറയുന്നത് പൂവ എന്നും ഷിഫ്ര എന്നൊക്കെ പറയുന്ന 2 സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അവർ പ്രസവം എടുക്കുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അവരെ കൊന്നുകളയാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ആ സ്ത്രീകളാകട്ടെ, ആ സൂതകർമ്മിണികളാകട്ടെ ദൈവഭയമുള്ളവരായതുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അവർ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞില്ല. രാജാവ് ഇത് അറിഞ്ഞ് വീണ്ടും അവരെ വിളിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നു, ഇസ്രായേൽ സ്ത്രീകൾ നല്ല കാര്യക്ഷമതയുള്ള സ്ത്രീകളാണ്, അത് ഈജിപ്തുകാരെ പോലെയല്ല, അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോഴേക്കും കുട്ടിയുടെ പ്രസവം കഴിഞ്ഞുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൂത കർമ്മിണികൾ അവരിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്, രാജാവിൽ നിന്നും എക്സ്ക്യൂസ് എടുത്ത് പോവുകയാണ്. അതുകൊണ്ട് രാജാവ് വീണ്ടും ഒരു ഉപായം കണ്ടെത്തുന്നു. അദ്ദേഹം ഈജിപ്തുകാരെ തന്നെ പറയുന്നു, ഇസ്രായേൽക്കാരുടെ ആൺകുട്ടികളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയാനായിട്ട്. അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നതോടു കൂടിയാണ് 1-ാം അധ്യായം അവസാനിക്കുന്നത്. 2-ാം അധ്യായത്തിൽ മോശയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മോശ ഒരു ഹെബ്രായ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൺകുട്ടിയെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നു കളയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാനും 3-4 മാസം അമ്മ രഹസ്യമായിട്ട് മോശയെ വളർത്തുന്നു. പിന്നീട് കൊച്ച് മരിക്കപ്പെടാതിരിക്കാനായിട്ട്, കൊല്ലാതിരിക്കാനായിട്ട് കൊച്ചിനെ ഒരു ഞാങ്ങണ കൊണ്ടും കളിമണ്ണ് കൊണ്ടും താറ് കൊണ്ടും ഒരു പെട്ടകം ഉണ്ടാക്കി എന്നൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ കൊട്ടാന്നൊക്കെ പറയാം, പക്ഷേ ഒരു പെട്ടകം എന്നുള്ള വാക്കാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. പെട്ടകം ഉണ്ടാക്കി നൈൽ നദിയിൽ ഒഴുക്കി വിടുന്നു. അപ്പോൾ ഫറവോൻ്റെ പുത്രി കുളിക്കാൻ വരികയും കൊച്ചിൻ്റെ സ്വരം കേട്ട് കൊച്ചിനെ എടുക്കുകയും, അപ്പോൾ ഈ കൊച്ചിന് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മോശയുടെ സഹോദരി അവിടെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ഫറവോൻ്റെ പുത്രി ഈ കൊച്ചിനെ എടുത്തു എന്ന് കാണുമ്പോൾ ആ പുത്രിക്ക് വേണ്ടിയിട്ട് ഈ ശിശുവിനെ വളർത്തുവാനായിട്ട് ഒരു ഹെബ്രായ സ്ത്രീയെ താൻ കൊണ്ടുവരാമെന്ന് ഈ സഹോദരി പറയുന്നു. ഫറവോയുടെ മകളെ സമ്മതിക്കുന്നു. അങ്ങനെ സ്വന്തം അമ്മയെ തന്നെ ഇവള് പോയി കൊണ്ടുവരുന്നു. അങ്ങനെ ഈ ഹെബ്രായ സ്ത്രീ അല്ലെങ്കിൽ മോശയുടെ സ്വന്തം അമ്മയ്ക്ക് ഈ ഫറവോൻ്റെ പുത്രി കൊച്ചിനെ കൈമാറുന്നു, അല്ലെങ്കിൽ ആ കൊച്ചിനെ വളർത്താനായിട്ട്. പിന്നീട് മോശ അല്ലെങ്കിൽ ഈ കൊച്ച് ഹെബ്രായ സ്ത്രീയുടെ അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ കൂടെ വളരുകയും ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവനെ വീണ്ടും കൊട്ടാരത്തിലേക്ക് കൊണ്ടു ചെല്ലുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഫറവോയുടെ പുത്രി അവന് ഈ മോശ എന്നുള്ള പേര് ഇടുന്നത്. നമ്മൾ സാധാരണ പറയുക മോശ എന്ന പേരിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്നൊക്കെയാണ്. അത് അത്ര കറക്റ്റ് അല്ല. കറക്റ്റ് വേർഡ് മീനിങ്ങിൻ്റെ അർത്ഥം പുറത്തേക്ക് വലിച്ചെടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. വെള്ളത്തിൽ നിന്ന് എടുക്കുക നമ്മൾ പൊതുവെ പറയുന്നതാണ്. നിങ്ങൾ ആ ബൈബിളിലെ ഫുട് നോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അർത്ഥം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ ഫറവോൻ്റെ പുത്രി അവനെ മോശ എന്ന് പേര് കൊടുക്കുകയും കൊട്ടാരത്തിൽ മോശ വളരുകയും ചെയ്യുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് മോശ കൊട്ടാരത്തിലാണെങ്കിൽ പോലും താൻ ഹെബ്രായനാണെന്നുള്ള ചിന്ത അവനുണ്ട്, അറിയാം, അവൻ്റെ അറിവ്.
അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ യഹൂദരുടെ കഷ്ടപ്പാട് കാണുന്നു. അതിനിടയിൽ ഒരു ഈജിപ്തുകാരൻ ഈ അതികഠിനമായിട്ട് ഈ യഹൂദനെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വന്ന മോശ ഈ ഈജിപ്തുകാരനെ അടിച്ചു കൊല്ലുകയും മണലിലിട്ട് മൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വീണ്ടും പിറ്റേ ദിവസം 2 ഹെബ്രായക്കാർ തമ്മിൽ തർക്കിക്കുന്ന മോശ കാണുമ്പോൾ അവരുടെ തർക്കം മാറ്റാൻ വേണ്ടിയിട്ട് മോശ ഇരിക്കുകയും ഒരാളെ ശകാരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ മോശയുടെ അടുത്ത് തട്ടിക്കയറുന്നു എന്ന് പറയണേ, നീ ഇന്നലെ ഈ മറ്റേ ഈജിപ്തുകാരനെ കൊന്ന പോലെ ഞങ്ങളെയും അടിച്ച് കൊല്ലാനാണ് ശ്രമിക്കണേ. അപ്പോൾ അതോടുകൂടി മോശ പരിഭ്രാന്തനാകുന്നു. താൻ ഒരാളെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് മോശയ്ക്ക് മനസ്സിലാവും. അതിനിടയിൽ ഫറവോ മോശയെ വധിക്കാനായിട്ട് കൽപ്പന കൊടുക്കുന്നു. മോശ അവിടെ നിന്നും ഒളിച്ചോടി പോകുക. അങ്ങനെ മോശ ഒളിച്ചോടി പോകുന്ന സ്ഥലമാണ് മിദിയാൻ എന്ന് പറയുന്ന സ്ഥലം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വരും അധ്യായങ്ങൾ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. മിദിയാനിലെ പുരോഹിതനായിരുന്നു. പല അധ്യായങ്ങളും അദ്ദേഹത്തിൻ്റെ പേര് ജെത്രോ എന്നാണ്. നമ്മൾ ഈ വായിക്കുന്ന പർട്ടിക്കുലർ അധ്യായത്തിൽ റെവുവേൽ എന്നാണ് അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിദിയാനിലെ പുരോഹിതനായ റെവുവേലിന് അല്ലെങ്കിൽ ജെത്രോ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് 7 പെൺമക്കളുണ്ടായിരുന്നു. ഈ 7 പെൺമക്കൾ ഇങ്ങനെ വെള്ളം കോരാനായിട്ട്, ആടുമാടുകൾക്ക് വെള്ളം കോരാനായിട്ട് കിണറ്റിൻ്റെ കരയിൽ വരുന്നു. ആ സമയത്താണ് മോശ അവിടെ എത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈബിളിൽ പൊതുവെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ മോശ തൻ്റെ ഭാവി വധുവായിട്ടുള്ള സിപ്പോറ എന്ന് പറഞ്ഞ സ്ത്രീയെ കാണുന്നതാകട്ടെ, അല്ലെങ്കിൽ യാക്കോബ് റേച്ചലിനെ കണ്ടുമുട്ടുന്നതാകട്ടെ, അല്ലെങ്കിൽ ഇസഹാക്ക് റബേക്ക് കണ്ടുമുട്ടുന്നതാകട്ടെ, ഇതൊക്കെ ഈ കിണറുമായിട്ടും വെള്ളം കോരാനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചാണ്. അത് ബൈബിളിൻ്റെ ഒരു കോമൺ പാറ്റേൺ ആണ്. ഇപ്പം അങ്ങനെ തന്നെ സംഭവിച്ചോണെന്നുള്ള അർത്ഥമല്ല, പക്ഷെ ഒരു വരൻ വധുവിനെ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരാമർശം പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പൂർവ്വപിതാക്കന്മാരിലും മോശയിലും കാണുന്നു. അപ്പം അങ്ങനെ വെള്ളം കോരാൻ വന്ന ഈ 7 പെൺമക്കളെ ചില ആട്ടിടയന്മാർ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്നു. അത് കണ്ട മോശ അവിടെ കയറി ഇടപെടുന്നു. ആട്ടിടയന്മാർ ഓടിപ്പിക്കുന്നു. എന്നിട്ട് അവർക്ക് വെള്ളം എടുത്ത് അല്ലെങ്കിൽ വെള്ളം കോരാനുള്ള സൗകര്യം മോശ ചെയ്തു കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഈ സ്ത്രീകൾ വീട്ടിൽ ചെന്ന് അപ്പൻ്റെ അടുത്ത് പറയുന്നു. അപ്പൻ അങ്ങനെ തൻ്റെ മക്കളെ സഹായിച്ച വ്യക്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ വീട്ടിൽ മോശ എത്തുന്നു. പിന്നീട് പറയുന്നത് ഈ റെവുവേൽ അല്ലെങ്കിൽ മിദിയാനിലെ പുരോഹിതനായ ജെത്രോ തൻ്റെ മകളായ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അവരിൽ നിന്നും അല്ലെങ്കിൽ മോശയ്ക്കും സിപ്പോറയ്ക്കും കൂടി ആദ്യം ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. മോശ അവന് ഗെർഷോം എന്ന് പേരിടും. ഈ ഗെർഷോം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വന്തം നാട്ടിൽ നിന്ന് അന്യദേശത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ പ്രവാസി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ എക്സാക്റ്റ് വേർഡ് മീനിങ്. മോശയ്ക്ക് സിപ്പോറയിൽ നിന്നും ഗെർഷോം അല്ലെങ്കിൽ പ്രവാസി എന്നുള്ള അർത്ഥമുള്ള മകൻ ജനിക്കുന്നതോടുകൂടിയാണ് ആ 2ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനി 2ാമത്തെ വായനാ ഭാഗം എന്ന് പറയുന്നത് ലേവ്യരുടെ പുസ്തകം 1ാമത്തെ അധ്യായമാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ നമുക്കറിയാം, ഈ പഞ്ചഗ്രന്ഥിയിൽപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ് ലേവ്യരുടെ പുസ്തകം. വായിക്കാനൊരല്പം ടഫ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മോശയ്ക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനകളുടെ ഉപകൽപ്പനകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് ഈ ലേവി, സംഖ്യ, നിയമാവർത്തനം എന്നീ പുസ്തകങ്ങളൊക്കെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ അധ്യായം മുതൽ നിയമങ്ങളുടെ അല്ലെങ്കിൽ കുറേ നിർദ്ദേശങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ. അപ്പോൾ ലേവ്യരുടെ ഗോത്രം അത് പൗരോഹിത്യ ഗോത്രമാണ്. ഈ യൂദയുടെ യാക്കോബിൻ്റെ മക്കളിൽ ലേവി ഗോത്രം പൗരോഹിത്യ ഗോത്രമാണ്. തുടർച്ചയായിട്ട് ഈ ലേവ്യ പുസ്തകത്തിൽ കുറേയും കൂടിയൊക്കെ നിയമങ്ങളാണ്. നിയമങ്ങളെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധിയുടെ നിയമങ്ങളാണ്. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് യു ആർ ഹോളി ബിക്കോസ് ഐ ആം ഹോളി. നിങ്ങൾ വിശുദ്ധരാകണം, കാരണം ഞാൻ വിശുദ്ധനാണ്. ഇതാണ് മൊത്തത്തിൽ ലേവ്യരുടെ പുസ്തകത്തിലുള്ള സെൻട്രൽ തീം എന്ന് പറയുന്നത്. അതായത് യഹോവ കൊടുക്കുന്ന നിയമങ്ങളാണ് ഇസ്രായേൽ ജനത്തിന്. അവർ വിശുദ്ധമായിട്ട് ജീവിക്കണം, കാരണം ഞാൻ വിശുദ്ധനാണ്. അപ്പോൾ 1ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും വിശുദ്ധിയുടെ നിയമങ്ങൾ വരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ദഹനബലി അല്ലെങ്കിൽ ബലികളുമായിട്ട് ബന്ധപ്പെട്ട കുറേ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ദഹനബലിയുണ്ട്, ധാന്യബലിയുണ്ട്, സമാധാന ബലിയുണ്ട്, പാപപരിഹാര ബലിയുണ്ട്, പാപപരിഹാര പ്രാശ്ചിത്ത ബലിയുണ്ട്. അപ്പോൾ അങ്ങനെ 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബലികളെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് പ്രധാനമായിട്ട് ഈ ലേവ്യരുടെ പുസ്തകം ആദ്യത്തെ ഭാഗത്ത് കാണുക. അപ്പോൾ 1ാം അധ്യായത്തിൽ കാണുന്നത് ഈ ദഹനബലി ആയിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. പലതരത്തിൽ ദഹനബലി സമർപ്പിക്കാമെന്ന് പറയുന്നു. ആദ്യം പറയുന്നത് കാളക്കുട്ടീനെ ദഹനബലി അർപ്പിക്കുന്ന കാര്യമാണ്. ഊനമറ്റ കാളക്കുട്ടി ആയിരിക്കണമെന്ന് പറയുന്നു. 2ാമത് പറയുന്നത് ആട്ടിൻകുട്ടീനെ ദഹനബലി, അത് ചെമ്മരിയാടായാലും കോലാടായാലും ഊനമറ്റൊരു മുട്ടനാടായിരിക്കണം എന്നാണ് പറയുന്നത്. 3ാമത്തെ ദഹനബലി പറയുന്നത് പക്ഷി വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ചെങ്ങാലിയോ പ്രാവും കുഞ്ഞോ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു നിർദ്ദേശമാണ് 1ാം അധ്യായത്തിൽ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ബലി അർപ്പിക്കേണ്ടതെന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഒരല്പം ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതാണ്. ഇപ്പോൾ കാളക്കുട്ടീനെ ആകട്ടെ ആട്ടിൻകുട്ടീനായിട്ട് കൊന്നു കഴിഞ്ഞാൽ തലയും അല്ലെങ്കിൽ കഷ്ണങ്ങളും മേധസ്സും ഒക്കെ ബലിപീഠത്തിന് മേലെ വിറക് വെച്ച് അടക്കി വെക്കണം. അതേസമയം കാലും ആന്തരിക അവയവങ്ങളൊക്കെ പുരോഹിതന്മാർ കഴുകി ബലിപീഠത്തിൻ്റെ അഗ്നിയിൽ കത്തിച്ച് കളയണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് പറയുന്നത്. പക്ഷികളെ ബലി അർപ്പിക്കുമ്പോൾ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കളയണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് 1ാം അധ്യായത്തിൽ കാണുന്നത്. സത്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു പുരോഹിത ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബലി അർപ്പിക്കുക എന്നുള്ളത്. ലേവ്യരുടെ ഗോത്രം ഒരു പുരോഹിത ഗോത്രമാണ്. അപ്പോൾ ബലിയുമായിട്ട് ബന്ധപ്പെട്ടും വിശുദ്ധമായിട്ട് എങ്ങനെ ബലി അർപ്പിക്കണം എന്ന ബന്ധപ്പെട്ട നിയമങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ തുറന്ന അധ്യായങ്ങളിലും അതിൻ്റെ ആരംഭമാണ് 1ാം അധ്യായത്തിൽ.
മൂന്നാമത്തെ വായനാഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം 44-ാം അധ്യായമാണ്. അപ്പോൾ 4-ാം അധ്യായത്തിൽ അതിൽ പറയുന്നത് ഈ പരാജിതൻ്റെ വിലാപം എന്നൊക്കെയാണ്. സങ്കീർത്തനത്തിലെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടാവും. ചിലത് സ്തുതിയുടെ സങ്കീർത്തനമാകും, ചിലത് നന്ദി പറച്ചിലിൻ്റെ സങ്കീർത്തനമാകും, ചിലത് സാംസ് ഓഫ് ലമൻറ്റേഷൻ, നമ്മളിപ്പോൾ ഈ 44-ാം അധ്യായത്തിൽ പറയുന്ന പോലെയുള്ള പരാജിത വിലാപ സങ്കീർത്തനം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇസ്രായേൽ ജനത്തോട് ദൈവം കാണിച്ച പൂർവ്വകാലങ്ങളിലെ കാര്യങ്ങൾ ഈ സങ്കീർത്തന ലേഖനകർത്താവ് എണ്ണി പറയാണ്. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ജനത്തെ അങ്ങ് രക്ഷിച്ചത് ഞങ്ങൾ പൂർവ്വ പിതാക്കന്മാരെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ കരബലത്താലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞങ്ങൾക്ക് വാളോ വില്ലോ ആയിരുന്നില്ല, മറിച്ച് അങ്ങായിരുന്നു സഹായം എന്നൊക്കെ പറയുന്ന സന്തോഷത്തിൻ്റെ ഭാഗങ്ങളാണ് തുടക്കം പറയുന്നത്. എന്നാൽ പിന്നീടാകട്ടെ താഴേക്ക് സങ്കീർത്തനം വരുന്തോറും പറയുന്നത്, എന്നാൽ ഇപ്പോൾ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചു, അങ്ങ് ഞങ്ങളെ കൈവിടഞ്ഞു, ഞങ്ങൾ പരാജിതരായി, ഞങ്ങൾ പരിഹാസിതരായി, ഞങ്ങൾ പാമൊഴിയായി എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളെ ആരും ഓർക്കാതെയായി, ഒരു പാമൊഴി പാട്ട് പോലെ ഞങ്ങൾ മാറിപ്പോയി എന്നൊക്കെ പറയുന്ന വിലാപം ഈ സങ്കീർത്തനകർത്താവ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ വിലാപങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കൊലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്ന എന്താ കുഞ്ഞാടുകളെ പോലെയായി ഞങ്ങൾ മാറിപ്പോയി എന്നൊക്കെ പറയുന്ന വിലാപം. എന്നിട്ട് അതിൻ്റെ എൻഡിങ്ങിൽ എത്തുമ്പോൾ അദ്ദേഹം ഈ സങ്കീർത്തന കർത്താവ് പറയാണ്, എങ്കിലും കർത്താവെ ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനയോട് വിശ്വസ്തത പാലിച്ചിരിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ ഉടമ്പടി തെറ്റിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ ഓർക്കണം, ഞങ്ങളോട് കാരുണ്യം കാണിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ആ ഒരു അപേക്ഷയോട് കൂടിയാണ് 44-ാമത്തെ അധ്യായം ഈ ലമൻറ്റേഷൻ വിലാപ സങ്കീർത്തനങ്ങളുള്ള ഭാഗം അവസാനിപ്പിക്കുന്നത്. നല്ല വായന പഠനം ഏവർക്കും നേരുന്നു. അധ്യായം 1. യാക്കോബിനോടുകൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ്: റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാഖർ, സെബൂലൂൺ, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ. യാക്കോബിന്റെ സന്താനങ്ങൾ ആകെ 70 പേരായിരുന്നു. ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു. ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെപ്പറ്റി അറിവില്ലായിരുന്നു. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു, നോക്കുവിൻ, ഇസ്രായേൽ ജനത്തിന്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടു പോവുകയും ചെയ്തേക്കാം. അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം. അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു. അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റമസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി. അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി. മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേല്യർ നിർബന്ധിതരായി. ഈജിപ്ത് രാജാവ് ഷിഫ്ര, പൂവ എന്നു പേരായ 2 ഹെബ്രായ സൂതികർമ്മിണികളോട് പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ. പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം, പെൺകുട്ടിയെങ്കിൽ ജീവിച്ചുകൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ രാജാവ് സൂതികർമ്മിണികളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടത് എന്തുകൊണ്ട്? സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു, ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല. അവർ പ്രസരിപ്പുള്ളവരാകിയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും. ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു. ജനം വർദ്ധിച്ച് പ്രബലരായി തീർന്നു. സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു. അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു, ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം
നൈൽ നദിയിൽ എറിഞ്ഞുകളയുവിൻ. പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ. അധ്യായം 2. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്ന് വെച്ചു. അവന് എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തുനിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്കിറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇത് ഒരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്നു പേരിട്ടു. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ 2 ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു. തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? മോശ ഭയപ്പെട്ടു. ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു. ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിദിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു. മിദിയാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. അവർ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു. അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു. എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അവർ പിതാവായ റെവുവേലിന്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങളിന്ന് നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു. അവൻ ഞങ്ങൾക്കു വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു. റെവുവേൽ ചോദിച്ചു, അവൻ എവിടെ? നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ട് പോന്നു? അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷോം എന്നു പേരിട്ടു. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയാവസ്ഥ ഗ്രഹിച്ചു. അധ്യായം 1. കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ
കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം. ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ. കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ. അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വെക്കണം. അത് അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും. അവൻ കർത്താവിന്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷണങ്ങളായി മുറിക്കണം. പുരോഹിതരായ അഹറോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീകൂട്ടി അതിനു മുകളിൽ വിറകടുക്കണം. അവർ മൃഗത്തിന്റെ കഷണങ്ങളും തലയും മേധസ്സും ബലിപീഠത്തിൽ തീക്ക് മുകളിലുള്ള വിറകിനു മീതെ അടുക്കി വയ്ക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ എല്ലാം ദഹനബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം. ദഹനബലിക്കായുള്ള കാഴ്ചമൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം. ബലിപീഠത്തിന് വടക്കുവശത്ത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം. അതിന്റെ രക്തം അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനെ തലയും മേധസ്സും ഉൾപ്പെടെ കഷണങ്ങളായി മുറിക്കണം. പുരോഹിതന്മാർ അവ ബലിപീഠത്തിൽ തീക്കു മുകളിലുള്ള വിറകിന്മേൽ അടുക്കി വെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹന ബലിയാണ്. അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ദഹനബലിയായി പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്ത് പിരിച്ചു മുറിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. രക്തം ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ ഒഴുക്കിക്കളയണം. അതിന്റെ ആമാശയവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്കുവശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്തിടണം. അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം. എന്നാൽ രണ്ടായി വേർപ്പെടുത്തരുത്. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിനു മീതെ വെച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹന ബലിയാണ്. അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ഒരു സമൂഹ വിലാപമാണ് 44-ാം സങ്കീർത്തനം. പൂർവികന്മാർക്ക് ദൈവം നൽകിയ സഹായവും സംരക്ഷണവും തങ്ങൾക്ക് ലഭിക്കാത്തതിൽ ഇസ്രായേലിനുള്ള പരാതിയുടെ ഭാണ്ഡക്കെട്ടഴിക്കുകയാണിവിടെ. അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്ക് വിറ്റു എന്ന് ദൈവത്തോട് കലഹിക്കുകയാണ് ഈ കർത്തൃഭക്തൻ. ചെയ്ത പ്രവർത്തികൾ
അവർ ഞങ്ങൾക്കു വിവരിച്ചു തന്നിട്ടുണ്ട്. അതു ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി. അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു. വാളുകൊണ്ടല്ല അവർ നാടു പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങവരിൽ പ്രസാദിച്ചു. അവിടുന്നാണെന്റെ രാജാവും ദൈവവും. അവിടുന്നാണ് യാക്കോബിനു വിജയങ്ങൾ നൽകുന്നത്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചു ചവിട്ടി മെതിക്കുന്നു. വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിനെന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നു രക്ഷിച്ചു. ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു. അങ്ങയുടെ നാമത്തിനു ഞങ്ങൾ എന്നും നന്ദി പറയും. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു. ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല. ശത്രുവിന്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്കിടവരുത്തി. അവർ ഞങ്ങളെ കൊള്ളയടിച്ചു. അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു. അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്കു വിറ്റു. അവിടുന്ന് അവർക്കു വില കൽപ്പിച്ചില്ല. അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്കു നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി. അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി. രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി. ദിവസേന
എൻ്റെ മുൻപിലുണ്ട്. ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേച്ഛുവിൻ്റെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങയെ മറന്നില്ല. അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചില്ല. എന്നിട്ടും ഇതു ഞങ്ങൾക്കു സംഭവിച്ചു. ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല. എന്നിട്ടും അവിടുന്നു ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്റെ മുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതു ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുമോ? ഹൃദയരഹസ്യങ്ങൾ അവിടുത്തേക്ക് അറിയാമല്ലോ. ഞങ്ങൾ അങ്ങയെ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു. അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു. കർത്താവേ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുന്ന് ഉറങ്ങുന്നതെന്ത്? ഉണരണമേ, എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ. അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത്? ഞങ്ങളേൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത്? ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. ഉണർന്നു ഞങ്ങളുടെ സഹായത്തിനു വരണമേ. അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ.